വെൽക്കം ബാക്ക്. DRMS ചാനലിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ റിഫു DRMS. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പാട്ട് പാടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു കണ്ടൻസർ മൈക്കിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതായത് നല്ല ക്വാളിറ്റിയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഞാൻ ആ മൈക്ക് ഒന്നും കൂടി കാണിച്ചു തരാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കണ്ടൻസർ മൈക്കിനെ പറ്റിയിട്ടുള്ള വീഡിയോ, അതായത് AKG P126 എന്ന് പറയുന്ന ഒരു കണ്ടൻസർ മൈക്കിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ ഈ വീഡിയോ 24 പേര് കാണുകയും എനിക്ക് 3 ലൈക്ക് കിട്ടുകയും ചെയ്തു. ഞാൻ അതിൽ വളരെ സന്തുഷ്ടവാനാണ്. നിങ്ങളോട് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം 23 ആൾക്കാർ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സംഭവം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ, ആ വീഡിയോ മൈക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന ആളാണെങ്കിൽ ആ വീഡിയോ പോയിട്ട് കാണാനുള്ള ലിങ്ക് ഇങ്ങനെ ചില യൂട്യൂബർമാർ കാണിക്കലുണ്ട്. നമ്മളിവിടെ പിന്നെ ചെയ്ത് വെക്കലുണ്ട്. പക്ഷെ അതാണ് എനിക്ക് അറിയില്ല എങ്ങനെ പിന്നാക്കണ്ടെന്നുള്ള. പുതിയ ആളാണ്, എനിക്കതൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ, ചാനലിൽ പോയിട്ട് എന്താക്കുക, പരതിയിട്ട് ഈ വീഡിയോൻ്റെ മുമ്പത്തെ വീഡിയോ ഉണ്ടാവും, അപ്പോൾ അത് കണ്ടാൽ മതി. അപ്പോൾ അതിൽ ആ മൈക്കിനെ കുറിച്ച് പറയുന്ന വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം. അതേപോലെ തന്നെ തമ്പനയിൽ ഉണ്ടാക്കണമെന്നുണ്ട്. വെച്ചാൽ നമ്മളിപ്പോൾ ആ മൈക്കിങ്ങനെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞ പോലെ ആക്കിയിട്ടുള്ള തമ്പനയിലും വെക്കണമെന്നുണ്ട്. പക്ഷേ അതൊന്നും അറിയില്ല. അത് ഉണ്ടാക്കണ വലിയ പാടം ഒന്നിനും കഴിയുന്നുമില്ല. അപ്പോൾ ഇപ്പോൾ വെച്ചാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വെച്ചാൽ, ഇപ്പോൾ യൂട്യൂബ് പറഞ്ഞു വെച്ചാൽ 2-3 ദിവസം വരെ യൂട്യൂബ് പറഞ്ഞു, ഇപ്പോൾ 500 സബ്സ്ക്രൈബർ ഉണ്ടായി കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാം. 500 സബ്സ്ക്രൈബർ ഉണ്ടായാൽ മതി. 500 സബ്സ്ക്രൈബർ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എന്തെങ്കിലും ചെയ്ത് തന്നാൽ ആ വീഡിയോ നല്ല റീച്ചായിട്ട് നമുക്ക് പൈസ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ആരെല്ലോ സബ്സ്ക്രൈബ് ചെയ്ത് 215 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. ഇനിയൊരു 285 സബ്സ്ക്രൈബറും കൂടി ആയിക്കഴിഞ്ഞാൽ ചിലവിനുള്ള പൈസ അതിൽ നിന്ന് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മെല്ലെ ഇങ്ങനെ ഇതിലേക്ക് കയറി വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പാട്ട് പാടാൻ ഇഷ്ടപ്പെടുന്നവർക്കും അതേപോലെ തന്നെ നന്നായി പാടാൻ അറിയുന്നവർക്കും ഉള്ള ഒരു ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു മൈക്കുള്ള പ്രൊഡക്റ്റുമായിട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ വന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ തന്നെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നിങ്ങളടുത്ത് പറഞ്ഞില്ല, ആ വീഡിയോയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൈക്ക് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ട് നാളെ തന്നെ വാങ്ങിക്കൊണ്ടാന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റില്ല, അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ ഒരു എക്സ്ട്രാ ഡിവൈസായ ഒരു ഓഡിയോ ഇൻ്റർഫേസും കൂടി വേണമെന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ മൈക്കുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന, അതായത് റെക്കോർഡ് ചെയ്യാൻ സ്റ്റുഡിയോ, അതായത് നമ്മൾ വീട്ടിൽ തന്നെ നമുക്കൊരു ഹോം സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ടാക്കാൻ പറ്റിയ തരത്തിൽ സ്റ്റുഡിയോയിൽ യൂസ് ചെയ്യുന്ന ഈ മൈക്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓഡിയോ ഇൻ്റർഫേസ്, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാവർക്കും അഫോർഡബിൾ പ്രൈസിന് വാങ്ങാൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള ഇന്ന് മാർക്കറ്റിലുള്ള ഒരു അടിപൊളി ഓഡിയോ ഇൻ്റർഫേസാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ആ ഓഡിയോ ഇൻ്റർഫേസിൻ്റെ പേരാണ് ഇവോ 4 ഓഡിയോ ഇൻ്റർഫേസ്. നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് ഇവോ 4 എന്ന് പറയുന്ന ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസ്. ഞാനിത് ഏകദേശം 14,000 രൂപയ്ക്കാണ് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. ഈ ഇവോ ഓഡിയോ 4ൻ്റെ തന്നെ ഒരു ബണ്ടിൽ പാക്ക് വരുന്നുണ്ട് ആമസോണിൽ. അതിന് ഏകദേശം 20,000 രൂപയാണ് വരുന്നത്. ആ 20,000 രൂപേൻ്റെ ബണ്ടിൽ പാക്കിൽ ഞാനിപ്പോൾ ആ ഫസ്റ്റത്തെ വീഡിയോയിൽ കാണിച്ച മൈക്ക് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയ മൈക്കാണ്. പക്ഷേ ഈ ഇവോ 4ൻ്റെ ബണ്ടിൽ പാക്കിൽ ഈ ഇവോ 4ഉം ഇതിൻ്റെ കമ്പനി തന്നെ കൊടുക്കുന്ന ഒരു മൈക്കും അതേപോലെ തന്നെ ഇതിൻ്റെ കമ്പനി തന്നെ കൊടുക്കുന്ന ഒരു ഹെഡ്സെറ്റും അടക്കം 20,000 രൂപ കോസ്റ്റിൽ ആമസോണിൽ ഉണ്ട്. പക്ഷേ അത് 20,000 രൂപയ്ക്ക് നമ്മൾ വാങ്ങാൻ നോക്കുമ്പോൾ അപ്പാടും 22 ആക്കിയിട്ടുണ്ടാവും. 22 നമ്മൾ വാങ്ങാൻ നോക്കുമ്പോൾ 21 ആക്കിയിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു കളിയാണ്. ഇവരെ ആമസോണിൻ്റെ കളി, അങ്ങനത്തെ എന്തെങ്കിലും ഒരു കളിയാണ്. ചില സമയത്ത് ഒരിങ്ങനെ നമ്മൾ വാങ്ങാൻ നോക്കുമ്പോഴേക്കും റേറ്റ് മാറ്റിയിട്ടുണ്ടാകുക. എന്നുവെച്ചാൽ നമ്മൾ വാങ്ങേണ്ടിയിട്ട് പിന്നെ വേണ്ട, നമ്മൾ കുറച്ച് റേറ്റ് കുറയട്ടെ ചോദിച്ചിട്ട് നോക്കുമ്പോൾ കുറയില്ല. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച പൈസയെല്ലാം എവിടെയെങ്കിലും മാറ്റി വെച്ച് കഴിഞ്ഞിട്ട്
നമ്മൾ ചിലപ്പോൾ അത് പൈസ എവിടെയെങ്കിലും ചിലവായി പോലും ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നോക്കുമ്പോൾ ഈ സാധനത്തിന് വില കുറയും ചെയ്തേക്കും. അതങ്ങനെ അത് നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ അങ്ങനെ ഈ സാധനത്തിൻ്റെ 3 സംഭവങ്ങൾ വരുന്നുണ്ട്. അതായത് ഇതിന് പറ്റിയൊരു മൈക്ക്, ഇതിന് പറ്റിയൊരു ഹെഡ്സെറ്റ്, ഇതിന് പറ്റിയൊരു ഇത് 3 ബണ്ടിൽ. പക്ഷേ ഇതിപ്പോൾ ഞാൻ മൈക്ക് സെപ്പറേറ്റ് വാങ്ങിയത്. പക്ഷേ ഈ മൈക്ക് എന്തായാലും ഏത് മൈക്ക് വാങ്ങിക്കഴിഞ്ഞാലും ഏത് കണ്ടൻസർ മൈക്ക് സ്റ്റുഡിയോയിൽ പാട്ട് പാടുന്ന ടൈപ്പ് കണ്ടൻസർ മൈക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാലും വീട്ടിലൊരു ഹോം സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ളൊരു സാധനം എന്തായാലും മൈക്കിൻ്റെ ഒപ്പം തന്നെ കണക്ഷനായിട്ട് വേണം. അത് ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ മൈക്കിന് 48 വോൾട്ട് ഫാൻ്റെ പവർ വേണം. അപ്പോൾ ഫാൻ്റെ പവർ കൊടുക്കുന്ന സാധനമാണ് ഈ സുഡ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സുഡ ഒന്ന് അൺബോക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വന്നൂട്. ഓക്കെ, ഫസ്റ്റ് തുറന്ന അവിടെ തന്നെ ഒന്നും ഒരു കാര്യമില്ല, അവിടെ പെട്ടി. പിന്നെ എന്താ ഒരു പ്ലാസ്റ്റിക്. ഇതാ നമ്മളെ സുഡ വരുന്നുണ്ട്. ഇതാണ് ദാറ്റ് ഈസ് ഇവ ഫോർ ഓഡിയോ ഇൻ്റർഫേസ്. ഇങ്ങനത്തെ ഓഡിയോ ഇൻ്റർഫേസ് അറിയുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, അറിയാത്ത ആൾക്കാർ ഇപ്പം കാണുന്നുണ്ടാവും. ഓക്കെ, ഇതാണ് ഇവ ഫോറിൻ്റെ ഓഡിയോ ഇൻ്റർഫേസ്. ഇതിൻ്റെ സൈഡ് കാണിച്ചു തരാം, അതേപോലെ തന്നെ ഈ സൈഡ് കാണിച്ചു തരാം, ഈ സൈഡ് കാണിച്ചു തരാം, ഈ സൈഡ് കാണിച്ചു തരാം. ബാക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം ബാക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലൊരു സീരിയൽ നമ്പർ ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ ഈ കമ്പനി തന്നെ ഈ സീരിയൽ നമ്പർ യൂസ് ചെയ്തിട്ട് ഈ കമ്പനീൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർസ് തരുന്നുണ്ട്. അപ്പോൾ ഈ സീരിയൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ആൾക്കാർക്ക് ഈ സീരിയൽ നമ്പർ അടിച്ചിട്ട് ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ആ ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമല്ലോ, അവിടെ എനിക്ക് ബാക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഓഡിയോ ഇൻ്റർഫേസിൻ്റെ പ്രത്യേകതകൾ നമുക്ക് ഫസ്റ്റ് പറയാം. എന്തുള്ള ഈ ഓഡിയോ ഇൻ്റർഫേസിൻ്റെ പ്രത്യേകത പ്രത്യേകത എന്ന് വെച്ചാൽ, ഒന്ന് ഇത് ഉണ്ടാക്കിയ ഇതിൻ്റെ മൊഞ്ച്, കാരണം നല്ല രസമാണ്, നല്ല അടിപൊളി സ്റ്റൈലിലാണ് ഈ ഓഡിയോ ഇൻ്റർഫേസിൻ്റെ. കുറേ ഓഡിയോ ഇൻ്റർഫേസ് വരുന്നുണ്ട് വെച്ചാൽ ഫോക്കസ് റൈറ്റിൻ്റെ സ്കാർലെറ്റ് എന്ന് പറഞ്ഞ ഓഡിയോ ഇൻ്റർഫേസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ പ്രീസോണീസിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നുണ്ട്. അങ്ങനെ കുറേ അതായത് 2600 2700 റുപ്യ മുതൽ ഓഡിയോ ഇൻ്റർഫേസ് മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേങ്കിൽ അതിലെല്ലാം വ്യത്യസ്തമായിട്ട് എനിക്ക് ഇനി ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇതിൻ്റെ ഇതിൻ്റെ ഒരു ബിൽഡ്, അതായത് ഉണ്ടാക്കിയ ഒരു ക്വാളിറ്റി. അതെന്ന് വെച്ചാൽ ഇവിടെ കണ്ട ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ ലൈറ്റ് കത്തും, നല്ല ഇങ്ങനെ നമ്മളിങ്ങനെ പാട്ട് പാടുമ്പോൾ ഇങ്ങനെ ലൈറ്റ് എനിക്ക് പണ്ടേ ഇഷ്ടം. ഇങ്ങനെ നമ്മൾ പണ്ട് ഇങ്ങനെ ഈ സ്റ്റേജ് പ്രോഗ്രാമിലെല്ലാം പോകും, അപ്പോൾ ആടെ ഇങ്ങനെ ആംപ്ലിഫയർ വെച്ചിട്ടുണ്ട്, കുറേ ആംപ്ലിഫയർ പാട്ട് പാടുന്നത്. അപ്പോൾ ഈ പാട്ട് പാടുന്ന ആംപ്ലിഫയറിന് എടുക്കാനുള്ള ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ ലൈറ്റില്ല, ഇങ്ങനെ അതിങ്ങനെ പാട്ട് പാടുന്ന കണക്കായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ സംഭവം എനിക്കറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അതേപോലത്തെ ഒരു സെറ്റപ്പ് ഈ സാധനത്തിനുണ്ട്. അപ്പോൾ അത് രണ്ടാമത് ഇത് ഉണ്ടാക്കിയ ഫോക്കസിൻ്റെ സ്കാർലെറ്റ് ഒന്നും എനിക്ക് ഇത്ര വലിയൊരു രസമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഇതിൻ്റെ എന്തെല്ലാം ഇതിൻ്റെ ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ, ഇതിന് ഇത് കണ്ട ഒരു വോളിയം കൂട്ടുന്നതും കുറയ്ക്കുന്നതും സുഡ. അതേപോലെ തന്നെ ഈ പച്ച സാധനം കണ്ട ഇത് ഗെയിൻ കൺട്രോളർ. പിന്നെ ഇവിടെ മൈക്ക് 2 കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് കണ്ട ഇനി മൈക്ക് 2 കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിന് ഗെയിൻ കൺട്രോൾ എന്ന് വെച്ചാൽ ഇവിടെ 1 2 മൈക്കിൻ്റെ 1 2 ഒന്നിനും കൊടുത്താൽ 2 കൊടുത്താൽ സ്വിച്ച് ഇടാനുള്ള സ്ഥലമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിന്ന് പാട്ട് റെക്കോർഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചെവിട്ടിലേക്ക് കേൾക്കണ്ടേ, റെക്കോർഡ് ചെയ്തതിന് ശേഷം നമ്മൾ പാട്ട് കേൾക്കണം, നമ്മൾ സ്വരം നമുക്ക് കേൾക്കണ്ടേ, അതിനുള്ള സുഡ ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പറോ ആ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമതും അങ്ങോട്ട് പാടി കൊടുക്കൂലേ, കേട്ട് കഴിഞ്ഞാൽ ശരിയില്ല നമ്മൾ ഡിലീറ്റ് ആക്കിയിട്ട് പിന്നെ പാടുമല്ലോ. പാടിക്കഴിഞ്ഞാൽ നമുക്കത് പിന്നെയും എന്തൊക്കെ സ്വിച്ച് ചെയ്യണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യണ്ടേ, സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ബാക്കിൽ വന്നു കഴിഞ്ഞാൽ 2 മൈക്ക് കണക്ട് ചെയ്യുന്ന സ്ഥലവും ഇവിടുന്ന് നേരെ ഔട്ട്പുട്ടായിട്ട് നമ്മളെ ഈ സ്റ്റുഡിയോ സ്പീക്കർ ഉണ്ടല്ലോ, സൗണ്ട് പുറത്തേക്ക് വെക്കുന്ന സ്പീക്കർ, അതിലേക്ക് കൊടുക്കാനുള്ള സംഭവം. പിന്നെ ഒരു ടൈപ്പ് സി ഇൻപുട്ടും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ രണ്ടാമത് എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ടൈപ്പ് സി ഇൻപുട്ടാണ്. കാരണം പഴമുള്ള ഇതിലെല്ലാം V8ഉം അതേപോലെ തന്നെ വേറെ ഒരു ടൈപ്പ് ഇൻപുട്ടാണ്, പക്ഷേ ഇതിൽ ടൈപ്പ് സി ഇൻപുട്ടാണ്. ഈ ടൈപ്പ് സി ഇൻപുട്ടിൽ നമുക്ക് നേരെ കണക്ഷൻ എന്ത് ചെയ്യുക, സിസ്റ്റത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. അത് പുതിയൊരു മോഡലല്ലേ, അപ്പോൾ പുതിയൊരു നമ്മൾ അല്ലെങ്കിൽ അങ്ങോട്ട് അപ്ഡേഷൻ അല്ലേ, അപ്പോൾ പുതിയ മോഡലാകുമ്പോൾ നമുക്ക് പുതിയ മോഡലല്ലേ നല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഈ ടൈപ്പ് സി വന്നുകൊണ്ട് നല്ല സുനാമി സുഡയിൽ. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രത്യേകത വെച്ചാൽ, നമ്മളൊരു കമ്പ്യൂട്ടർ, നമ്മളെ കയ്യിൽ ഒരു കമ്പ്യൂട്ടറോ ഒരു മൊബൈൽ ഫോൺ എന്ത് സാധനം ഉണ്ടെങ്കിലും നമ്മളെ കയ്യിൽ ഒരു മൈക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ മൈക്കിൽ നിന്ന് ഡയറക്റ്റ് ഈ കമ്പ്യൂട്ടറിലേക്കോ ഈ മൊബൈൽ ഫോണിലേക്കോ നമ്മൾ ഔട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു പാട്ട് പാടാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഈ പാട്ട് നമ്മൾ പാടിക്കഴിഞ്ഞാൽ നമുക്കതിൽ വ്യക്തമായ ഒരു ഔട്ടോ വ്യക്തമായ ഒരു സ്റ്റുഡിയോ ക്വാളിറ്റി കിട്ടില്ല. സാധാരണ റെക്കോർഡ് ചെയ്യുന്ന പോലെ തന്നെ ഒരു പാട്ട്, പക്ഷേ മൈക്ക് അത്ര നന്നായിട്ടും കാര്യമില്ല.
അപ്പോൾ നമ്മൾ പാടുന്ന നമ്മളിപ്പോൾ പറയുന്നതോ അല്ലെങ്കിൽ പാടുന്നതോ നമ്മളെ സൗണ്ടിന് എന്ത് ചെയ്യണം, ബൂസ്റ്റ് ചെയ്യണം. ബൂസ്റ്റ് ചെയ്തിട്ട് ഈ സൗണ്ടിന് എന്താക്കണം, കുറച്ച് ക്വാളിറ്റി ആക്കണം. അതായത് ഞാനിപ്പം പറഞ്ഞു വരുന്നത് അനലോഗ് സിഗ്നലാണ്. അങ്ങനെ പറയുന്ന ഈ സംഭവം ഇത് അനലോഗാണ്. ഇതിനെ ഡിജിറ്റലാക്കി കൺവേർട്ട് ചെയ്തിട്ട് ഇതിനെ ബൂസ്റ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യുക, DAW സോഫ്റ്റ്വെയറിലേക്ക് എത്തിക്കുക. അതായത് മൈക്കിൽ നിന്ന് വരുന്ന സൗണ്ടിനെ അതിൽ നിന്ന് നേരെ ഔട്ട് പോയി ഈയിലേക്ക് കണക്ഷൻ പോയി ഈയിൽ നിന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് വേണം എന്താ ചെയ്യുക, PC കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ മൊബൈലിലേക്ക് എത്തിക്കുക. അന്നേരം എന്ത് ചെയ്യും, സൗണ്ടിൻ്റെ ക്വാളിറ്റിയിൽ നല്ല എന്തായിരിക്കും, തള്ളീര് പോലത്തെ വ്യത്യാസം ഉണ്ടാവും. അതിനാണ് ഈ സംഭവത്തിൽ. പിന്നെ അതേപോലെ തന്നെ ഈ സാധനം കണക്ട് ചെയ്താൽ നമ്മളെ കമ്പ്യൂട്ടറിന് പണി ഒരുപാട് കുറയും. അതായത് നമ്മളെ അനലോഗിനെ സിസ്റ്റം ഇത് ചെയ്യുന്നത് ഭയങ്കര വ്യത്യാസമുണ്ട്. ഇതാകുമ്പോൾ ഇതൊരു ഓഡിയോ ഇൻ്റർഫേസ് ആയതുകൊണ്ട് ഇത് കമ്പ്യൂട്ടറിന് കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കമ്പ്യൂട്ടറിന് ഒരുപാട് പണി കുറയും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തെല്ലാം നോക്കാം. അതായത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ കണ്ടൻസർ മൈക്ക് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് കണ്ടൻസർ, ഇന്നലെയല്ല, ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കണ്ടൻസർ മൈക്ക് നമ്മൾ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടൻസർ മൈക്കിന് എപ്പോൾ എന്ത് വേണം, 48 വോൾട്ട് വേണം, എന്നാലേ കണ്ടൻസർ മൈക്ക് വർക്ക് ചെയ്യും. അപ്പോൾ 48 വോൾട്ട് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കണ്ടാണ്. ഈ സ്വിച്ച് അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടൻസർ മൈക്കിലേക്ക് 48 വോൾട്ട് പോകും. ഇവിടുന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടൻസർ മൈക്കിലേക്ക് 48 വോൾട്ട് പോകും. അപ്പോൾ എന്താവും, നമ്മൾ ഇവിടെ സ്വിച്ച് ഇട്ട് കണ്ടൻസർ 48 വോൾട്ട്, ഇത് നമ്മൾ PC ആയിട്ട് കണക്ട് ചെയ്ത് ഇത് ഇപ്പുറത്തെ ഇത് സാധനം PC ആയിട്ട് കണക്ട് ചെയ്ത് 48 വോൾട്ട് ആയി, സാധനം അതിൻ്റേതായ പവറായി. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും നല്ല സ്റ്റുഡിയോ ക്വാളിറ്റിയിലേക്ക് ഔട്ട്പുട്ട് PC പോകും. രണ്ടാമത്തത് നമ്മൾ ഇതിനിപ്പോൾ 2 മൈക്ക് ഇൻപുട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതായത് നമ്മൾ പോഡ്കാസ്റ്റിംഗ് അതേപോലെ തന്നെ ഇൻ്റർവ്യൂസ് എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് 2 മൈക്ക് സെപ്പറേറ്റ് ആയിട്ട്, ഒരു മൈക്ക് ഇൻ്റർവ്യൂക്കും ഒരു മൈക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്നവനിക്കും പിന്നെ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നവനിക്കും വെച്ച് കൊടുക്കാൻ പറ്റുന്ന സെറ്റപ്പിൽ നമുക്ക് ഇതിനെ എന്താക്കാൻ പറ്റും, മാറ്റാൻ പറ്റും. സാറിന് ഓഡിയോ ഇൻ്റർഫേസ് 2 മൈക്ക് ചിലപ്പം കിട്ടില്ല, ഈ ഓഡിയോ ഇൻ്റർഫേസ് 2 മൈക്ക് ഉണ്ട്. പിന്നെ ബാക്കിൽ അതായത് നമ്മൾ പാട്ട് പഠിക്കാൻ നമുക്കത് കേൾക്കാനും ഇതാക്കാനെല്ലാം വേണ്ടേ. അപ്പോൾ കമ്പ്യൂട്ടറിലാകുമ്പോൾ നമ്മൾ ഹെഡ്സെറ്റ് കുത്തുന്നതിൽ കുത്തിയിട്ട് ഇടക്കിടക്ക് ബലിക്കണ്ടേ. ഒരു പോർട്ട് മാത്രമല്ല ഇപ്പോൾ PCക്ക് ഉണ്ടാവും, ഹെഡ്സെറ്റ് ഒന്നൊരു പോർട്ട് മാത്രമല്ല ഉണ്ടാവും. പക്ഷേ നമുക്ക് ഇടക്കിടക്ക് ബലിക്കണ്ട. ഇതുണ്ടെങ്കിൽ 2 സ്പീക്കർ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാട്ട് പാടിക്കുന്നതിന് ശേഷം എന്താക്കാം, പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പീക്കറിൽ കേട്ടോളൂ, മറ്റേത് ഇടക്കിടക്ക് ബലിക്കാനും നിൽക്കണ്ട. അതിൻ്റെ ശേഷം നമുക്ക് ചെവിട്ടിലും കേൾക്കണം എന്ന് വിചാരിച്ചോ, നിങ്ങൾ പാട്ട് പാടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെവിട്ടിൽ സാധനം വെച്ചിട്ട് പാട്ട് പാടുന്നത് മോണിറ്ററിങ് ചെയ്തിട്ട് ചെവിട്ടിൽ കേൾക്കണം വെച്ചോ, ഇവിടെ ഫ്രണ്ടിൽ ഹെഡ്സെറ്റ് കുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പുറത്തുനിന്ന് ഒരു ഹെഡ്സെറ്റ് കുത്തിയതിന് ശേഷം അത് ചെവിട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, നമ്മൾ പാടിക്കഴിഞ്ഞ ശേഷം നമുക്കതിനെ എന്താക്കാം, പ്ലേ ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ വരുന്ന ഏറ്റവും നല്ല ടോപ്പ് ഫീച്ചർ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോളർ. അതാണ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നിങ്ങളടുത്ത് സംസാരിക്കുന്നത്, അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം ഞാൻ അടുത്ത് വരുമ്പോൾ കൂടുന്നത്, കുറച്ച് ലോങ്ങിൽ പോകുമ്പോൾ കുറയുന്നു, ഇങ്ങനെ എൻ്റെ ശബ്ദം ഇങ്ങനെ മാറി മാറി വരുന്നത്. പക്ഷേ ഇതിൽ നമ്മളൊരു മൈക്ക് കണക്ട് ചെയ്തതിന് ശേഷം ഈ ഓട്ടോമാറ്റിക്, അതായത് ഒന്നിലാണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഓണാക്കിയിട്ട് മൈക്ക് കണക്ട് ചെയ്തിട്ട് ഈ ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എത്ര ഒച്ച ഇവിടുന്ന് എടുക്കുന്നോ ആ ഒച്ചക്ക് ആ ഒരു ശബ്ദത്തിന് കണക്കായ രീതിയിൽ ഇതിനെ എന്ത് ചെയ്യും, അത് മോണിറ്റർ ചെയ്തിട്ട് അതിലേറ്റവും മാക്സിമത്തിൽ എത്രയാണ് കൂട്ടി വെക്കേണ്ടത് ഇതിലേക്ക് എൻ്റെ ശബ്ദത്തിൻ്റെ ഗെയിൻ അവിടെ കൺട്രോൾ ചെയ്തിട്ട് അവിടെ വെക്കും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ എന്ത് പ്രശ്നം വരുന്നില്ല, നമ്മൾ എന്തെങ്കിലും സംഭവിക്കുന്ന ശബ്ദം വരുന്നതിന് കൂടുതൽ ഒച്ചയായി പോയതോ അല്ലെങ്കിൽ ഒച്ച തീരെ കുറഞ്ഞു പോയതോ ആയിട്ടുള്ള പ്രശ്നമില്ല. നമ്മൾ ചിലപ്പോൾ നമ്മൾ സ്റ്റേജ് പ്രോഗ്രാമിൽ പാട്ട് പാടാൻ പോയി കഴിഞ്ഞാൽ പാട്ട് പാടുന്ന വ്യക്തി പറഞ്ഞില്ലേ, സൗണ്ട് കൂട്ട്, സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് സൗണ്ട് ഇതാക്കുന്നു പറഞ്ഞില്ലേ. കാരണം അയാളുടെ സൗണ്ട് ചിലപ്പം കുറവായിരിക്കും. അപ്പം പക്ഷേങ്കിൽ അയാളെ സൗണ്ട് കുറവായി കഴിഞ്ഞാൽ നല്ല ഔട്ട് വേണ്ടേ. അപ്പോൾ അവിടെ കൂടുതൽ സൗണ്ട് അങ്ങ് കൂട്ടി കൊടുക്കല്ലേ ചെയ്യാം. ഇവിടുന്ന് ചെറുങ്ങനെ പാടിയാലും അങ്ങ് കൂടുതൽ സൗണ്ട് കൂട്ടി കൊടുക്കല്ലേ. അതിനുള്ള ആംപ്ലിഫയർ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത്. അപ്പോൾ അയാളെ സൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാലും ഇപ്പറ സൗണ്ട് കൂടണമല്ലോ. അപ്പോൾ ആ സൗണ്ട് കൂട്ടാനാണ് ആംപ്ലിഫയർ സൗണ്ട് കൂട്ടി കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെ ഇവിടെ കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ സാധനം പ്രസ് ചെയ്തിട്ട് ആദ്യം നമ്മൾ 2-3 നമ്മളെ സംസാരം ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് റെഡ് കളറിലാവും, പിന്നെ ഇത് ഗ്രീൻ കളറിലായിട്ട് എന്ത് ചെയ്യും, ഇത് നമ്മുടെ ശബ്ദത്തിൻ്റെ കറക്റ്റ് ഗെയിനെ കൺട്രോൾ ചെയ്തിട്ട് അവിടെ വെച്ചേക്കും. പിന്നെ നമ്മളിത് തിരിക്കാനോ മറിക്കാനോ ഒന്നും പോകണ്ട, നമ്മൾ ഈ സംഭവം അങ്ങ് ഇതാക്കിയാൽ മതി. ഇനി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻസർ മൈക്കിനും അതേപോലെ തന്നെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ഡൈനാമിക് മൈക്കും ഇതിന് കണക്ഷൻ കൊടുക്കുക, അതിനുള്ള ഓപ്ഷനും ഇതിനുണ്ട്. ഡൈനാമിക് മൈക്കിന് ഫാനിൻ്റെ പവർ വേണമെന്നില്ല തോന്നുന്നു. ഡൈനാമിക് മൈക്ക് ഞാൻ ഇതിന് ഫാനിൻ്റെ പവർ യൂസ് ചെയ്തില്ല. കണ്ടൻസറിൽ ഫാനിൻ്റെ പവർ വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ
എപ്പോഴും നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലോ എവിടെയെങ്കിലും നമ്മളൊരു അതായത് ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രൊഫഷണലാണെന്ന് ഞാൻ പറയില്ല. പ്രൊഫഷണൽ ആകുമ്പോൾ നല്ലൊരു ഓഡിയോ, അതായത് 45-50 മുകളിൽ റേറ്റ് വരുന്ന ഓഡിയോ ഇൻ്റർഫേസസ് വേണം. പ്രൊഫഷണലാന്ന് പറയില്ല, ഒരു ബിഗിനർക്ക് അഫോർഡബിളായ ഒരു പ്രൈസിന്, അതായത് ഒരു 14 റുപ്യ അഫോർഡബിളായ പ്രൈസിന് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഓഡിയോ ഇൻ്റർഫേസ് തന്നെയാണ് ഈ ഒരു ഓഡിയോ ഇൻ്റർഫേസ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. പിന്നെ നല്ലൊരു പുതിയ മോഡലാണ്, നല്ല ഔട്ട്പുട്ടാണ്. അതേപോലെ തന്നെ ഈ സാധനം കൊണ്ടാന്ന് നമ്മളെ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ എൻ്റെ ഇവോ 4 തന്നെ സൈറ്റ് ഉണ്ട്. ഇവോ 4 സൈറ്റിലേക്ക് പോയിട്ട് അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴത്ത് ബാക്കിൽ വരുന്ന സീരിയൽ നമ്പറും അതേപോലെ തന്നെ ഒരു പിൻ കോഡും വരുന്നുണ്ട്. ആ പിന്നും നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈറ്റിൽ നിന്ന് തന്നെ ഈ സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതായത് DAW സോഫ്റ്റ്വെയർസിന് DAW എന്ന് പറയും. ആ DAW സോഫ്റ്റ്വെയർസ് അതിൽ നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും പറ്റും. പോരാത്തതിന് നമ്മളിപ്പോൾ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പാട്ടിലേക്ക് പിന്നെ എഫക്ട്സ് കൊടുക്കേണ്ടി വരും. അതായത് എക്കോ എഫക്ട്സ്, അതേപോലെ തന്നെ ഹാൾ അങ്ങനത്തെ ഓരോ എഫക്റ്റ് ഉണ്ട്, റിവേർബ്, അങ്ങനത്തെ ഒരുപാട് എഫക്ട്സ് നമുക്ക് സോങ്സിൽ ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയുള്ള എഫക്ട്സിന് പറ്റിയ ഒരുപാട് പാക്കേജസും ഇതിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയറിൽ ഇൻബിൽഡായിട്ട് നമുക്ക് കിട്ടുന്ന തരത്തിൽ കമ്പനി നമുക്ക് സജ്ജീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്ന ഈ സാധനം പിന്നെ പ്രമോഷനും അങ്ങനത്തെ ഇതൊന്നുമല്ല. എനിക്ക് അത്യാവശ്യം പാട്ടുപാടി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ കണ്ടൻസർ മൈക്കിൻ്റെ കൂടെ തന്നെ വാങ്ങിയ ഒരു ഓഡിയോ ഇൻ്റർഫേസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്ന് പരിചയപ്പെടുത്തി തരണമെന്ന് തോന്നി. ഫസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ നല്ലൊരു മൈക്കിനെ പറ്റി പറഞ്ഞു തന്നു. രണ്ടാമത്തെ വീഡിയോയിൽ ഇങ്ങനെ ഒരു ഓഡിയോ ഇൻ്റർഫേസിനെ പറ്റി പറഞ്ഞു തന്നു. ഇനി മൂന്നാമത്തെ വീഡിയോയിൽ, അടുത്ത വീഡിയോയിൽ ഞാൻ ഇതും അതേപോലെ തന്നെ കണ്ടൻസർ മൈക്കും എന്ത് ചെയ്യാം, എങ്ങനെ കണക്റ്റ് ചെയ്യാം എന്നുള്ള അതും അതേപോലെ തന്നെ അതിൻ്റെ രജിസ്ട്രേഷനും ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതായത് സ്റ്റുഡിയോ സെറ്റപ്പിലേക്ക് വരുന്ന ആ ഒരു സെറ്റപ്പ് ഉണ്ട്, അതിൻ്റെ ഒരു പാറ്റേൺ, അതും ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇനി ഞാൻ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പേ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. അതായത് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഞാൻ ഓണായാലുള്ള ഇതിൻ്റെ ഒരു ഞാൻ പറയില്ല, മറ്റേ ലൈറ്ററിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലൈറ്ററിൻ്റെ സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ വയറ് ഇവിടം വരെ എല്ലാം ഇവിടുന്ന് ഇങ്ങോട്ട് എത്തൂലല്ലോ. ഇപ്പം എന്ത് ചെയ്യുക, തൽക്കാലം ഇങ്ങനെ കാണുക കേട്ടോ. ഓക്കെ, ഇതാക്കിയിട്ട് ഇതിപ്പോൾ ഇവിടെ കുത്തുക. അതാ ഇതവിടെ ഇത് കുത്തിയാ വേണ്ടാ, കുത്തി ഇതാ ഇത് വേണ്ട സാധനം കത്തുന്നുണ്ടാ വേണ്ടാ, ഇതിങ്ങനെ കത്ത് പോയല്ലോ. ഇനി ഇതാ വേണ്ടാ, ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് കാണാ, നമ്മളിങ്ങനെ സൗണ്ട് കിട്ടുമ്പോൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മളിങ്ങനെ പാട്ട് പാടുതരും. ഈ സാധനം ഇതാവും ഇങ്ങനെ സോണ ഇങ്ങനെ വേണ്ടാ പാട്ട് പാടുമ്പോൾ കറക്റ്റ് അങ്ങനെ. ഞാനിപ്പോൾ ഇത് മറ്റേ ഇതിൻ്റെ കണ്ടൻസർ മൈക്ക് ഞാനൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് കാണിക്കണോ കാണിച്ചാ ഇപ്പോൾ ഞാനെന്ന് പറഞ്ഞ P120 എന്ന് പറയുന്ന മൈക്ക്. അപ്പോൾ P120 മൈക്ക് ഞാൻ ഇതിന് കണക്ട് ആക്കാം. അപ്പോൾ XLR കേബിൾ വേണം. അപ്പോൾ XLR കേബിൾ ഞാൻ പറഞ്ഞല്ലോ, XLR കേബിൾ മെയിൽ ഫീമെയിൽ കേബിൾ എടുത്ത് ഉള്ള ഇതെടി കുത്തുക, ഇങ്ങനെ കുത്തുക. XLR കേബിൾ ഇനി കണക്റ്റാക്കി ഇത് നേരെ ഇവിടെ ഇവോ 4ൻ്റെ ഇൻപുട്ട് 1ലേക്ക് കൊടുത്ത് ഇൻപുട്ട് 1 ഇവിടെ 1 ഓൺ ചെയ്ത് 48 വോൾട്ട് ഫാൻറ്റും പവർ കൊടുത്ത് കണ്ടൻസർ ഇതിൽ ഞാൻ സംസാരിക്കാൻ നോക്കോ. ഹലോ तेरे बिन नहीं लगता दिल मेरा जोलिया. ഇത് പാടാ നായിനെ കണ്ട കല്ല് കാണൂലെന്ന് പറഞ്ഞവരാ. ഇമ്മാതിരി സാധനമെല്ലാം നമ്മൾ കൈമ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതാ പാട്ട് പാടണം തിരിയൂല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ കള്ളക്ക കുറയ്ക്കുന്നവരെ ഇങ്ങനെ എന്തെങ്കിലും പാട്ട് പാടിക്കൊണ്ടിരിക്കും. അവിടെ ഇതാ ഇപ്പോൾ ഒരു കാരണം ഇല്ലാണ്ട് ഈ പാട്ട് ഞാൻ പാടേണ്ട ആവശ്യമേ ഇല്ല.
എന്നാലും സംഭവം കണ്ട ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞ കണ്ട ഇത് വീസ് സാധനം കളിക്കുന്നുണ്ട അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് അപ്പോൾ ഇതിപ്പം വർക്കാകുന്നുണ്ട്, ഈ സംഭവം ഇതാകുന്നുണ്ട്. ഇനി ഇത് കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറയുന്ന ഔട്ട് നേരെ കമ്പ്യൂട്ടറിലേക്ക് പോകും. ശേഷം അത് മറ്റേ റെക്കോർഡിങ് സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ട് അതിനെ കരിക്കുകയും പൊരിക്കുകയെല്ലാം ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കിയിട്ടാണ് നല്ലൊരു ഔട്ട് വരിക. പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹോമിലാണ് സ്റ്റുഡിയോ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നോയ്സ് പുറത്തത്തെ ഉണ്ടാവും. അതായത് പുറത്തുനിന്ന് ചിലപ്പോൾ ഇപ്പം തന്നെ അപ്പുറത്ത് പുറക്കുന്ന് പിന്നെ കുക്കറിൽ എന്തോ ഉണ്ടാക്കുന്നുണ്ട്, ഇങ്ങനെ അടിയുന്നുണ്ട്, അതിൻ്റെ വിസിലെല്ലാം അതായത് നോയ്സ് വരും, നോയ്സ് നമുക്കിങ്ങനെ കേൾക്കും, അതെല്ലാം വരും റെക്കോർഡിൽ. അപ്പം ചിലപ്പോൾ നമ്മൾ നല്ല പാട്ട് പാടുന്നേക്കാം. ചിലപ്പോൾ നമ്മളിപ്പോൾ കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ട് ഈ പാട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ പാടുന്നെന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുക്കറിൻ്റെ കാർമുകിൽ അപ്പോൾ അത് നമുക്ക് നോയ്സ് വരുമ്പോൾ നമുക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ സ്റ്റുഡിയോനെ സംബന്ധിച്ചിടത്തോളം സ്റ്റുഡിയോയിൽ എന്തുണ്ടാവില്ല, ഒരിക്കലും നോയ്സ് ഉണ്ടാവില്ല. സ്റ്റുഡിയോയിൽ നോയ്സ് ഇല്ലാത്ത കാരണം വെച്ചാൽ സ്റ്റുഡിയോ അക്വസ്റ്റിക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം യൂസ് ചെയ്തിട്ട് സ്റ്റുഡിയോനെല്ലാ റൂമും പിന്നെ തീരെ സൗണ്ട് പുറത്തുനിന്നുള്ള സൗണ്ട് ഉള്ളിലേക്ക് വരാത്ത രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. നമ്മൾ പക്ഷേ ഹോം സ്റ്റുഡിയോ നമ്മളങ്ങനെ നമുക്ക് ഹോമിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ ഹോമിൽ 4 ചുമരുണ്ടാവും, നമ്മുടെ റൂമിലുണ്ട്. പക്ഷേ നമുക്ക് നോയ്സ് വരാണ്ടിരിക്കാൻ 2-3 കാര്യങ്ങൾ ചെയ്യാം. അതായത് അക്വസ്റ്റിക് ഇല്ലെങ്കിലും നമ്മളെ കൈമിൽ ഇല്ലെങ്കിലും നമ്മളെ റൂമിൽ മാക്സിമം നോയ്സ് ഒഴിവാക്കുക. കുറേ ജീൻസ് പാൻറ്റും കുറേ കുപ്പായോ ഷർട്ടും ഇതെല്ലാം ആടയിടല്ലെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി. എൻ്റെ റൂമിൽ ഇപ്പോൾ അങ്ങനെ ഓൾറെഡി ഉണ്ട്, എല്ലാം ആടയിടെല്ലാം ആയിട്ട് ഞാൻ ഇട്ട എല്ലാ ആടയിടെല്ലാം ഇടല. അപ്പോൾ ആ ലൈറ്റ് ആടയിടെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തായിക്കോളും, വരുന്ന നോയ്സിനെല്ലാം മാക്സിമം ഇത് ചെയ്തിട്ട് ഒഴിവാക്കിക്കോളും. പിന്നെ ജനലിൻ്റെ അടുക്കെല്ലാം കുറച്ച് ഇതെല്ലാം വെച്ച് നമ്മളൊരു നല്ലൊരു പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ജനലിൻ്റെ അടുക്കെല്ലാം സാധനമെല്ലാം വെച്ച് നല്ലതൊന്ന് മറിച്ച് എല്ലാം ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ നല്ലൊരു നോയ്സ് ക്യാൻസൽ. പിന്നെ ഈ മൈക്കിൽ തന്നെ ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 0 to 20 സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അതുകൊണ്ട് നോയ്സ് കട്ടായിക്കോളും, കുറേ എണ്ണം കട്ടായിക്കോളും. പിന്നെ ഇപ്പോഴത്തെ DAW സോഫ്റ്റ്വെയർസിൽ അധികം നോയ്സ് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് റെക്കോർഡ് ചെയ്ത് ലാസ്റ്റ് റിമൂവ് നോയ്സ് എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ട്. എന്നാലും നോയ്സ് പോകില്ല. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് പുറത്തുനിന്ന് പട്ടി വരക്കുന്നതല്ല ഒരു കോഴി കൂന്നല്ലോ ഒച്ചയെല്ലാം വന്നു കഴിഞ്ഞാലും അത് മൈക്കിനെ സംബന്ധിച്ചിടത്തോളം എന്താ നമ്മൾ കൊടുത്ത ഇൻപുട്ടാണല്ലോ. എത്ര നോയ്സ് ക്യാൻസൽ വെച്ചാൽ അത് അവിടെ ഉണ്ടാവും ചെറിയ രീതിയിൽ. അപ്പോൾ അത്രയും 0 നോയ്സിലൊന്നും നമുക്ക് ഹോമിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല. അതിന് നമുക്ക് സ്റ്റുഡിയോ തന്നെ വേണം. പക്ഷേ ചെറിയൊരു ഇതിൽ നമുക്ക് ഹോമിലൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യാൻ പറ്റിയ സംഭവം തന്നെയാണ് അത്. അപ്പോൾ ഞാൻ കണ്ടൻസർ മൈക്കിനെ പറ്റി നല്ലൊരു കണ്ടൻസർ മൈക്കിനെ പറ്റി ഞങ്ങൾക്ക് പറഞ്ഞാൽ രണ്ടാമത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് നല്ലൊരു ഓഡിയോ ഇൻ്റർഫേസിനെ പറഞ്ഞാൽ ഇനി ഞാൻ 3ാമത്തെ ഒരു വീഡിയോ ആയിട്ട് വരും. ഇതെങ്ങനെ കണക്ട് ചെയ്യണം, ഇതെങ്ങനെ യൂസ് ചെയ്യണം, ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ 24 പേര് കണ്ടു, ഈ വീഡിയോ 50 പേര് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ബൈ. ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞു, പിന്നെ ഒന്നുമില്ല, ബൈ.